Good morning everybody. Adidevi is in very deep sleep. ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് കഴിഞ്ഞ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഹോൾസ് റേസിങ്ങിൻ്റെ ആണ് കേട്ടോ, കുതിരപ്പന്തയം. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം. ഹലോ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അസർബൈജാനിലെ ഗബാലയിൽ നിന്നുമുള്ള സെക്കൻഡ് ഡേ വീഡിയോയുമായാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ഈ ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബക്കു സിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനാണ് നേരെ പോയത്. കൂടുതൽ ഇന്ത്യൻസ് ഒക്കെ ആയതുകൊണ്ട് ഇന്ത്യൻ ഫുഡ്സും ഉണ്ടായിരുന്നു. റൂം ബുക്കിങ്ങിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഡ്രൈവർ വരുന്നത് വരെ സമയമുള്ളത് കൊണ്ട് ഹോട്ടലൊക്കെ ഒന്ന് നടന്ന് കണ്ടു. വളരെ മനോഹരമായ ഒരു ഹോട്ടലാണിത്. ഒരു റിസോർട്ട് എന്നൊക്കെ പറയാം. റൂംസും കോട്ടേജുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അതോടൊപ്പം എവിടെ ക്യാമറ വെച്ചാലും മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. നമ്മളും കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് സ്പാ ആൻഡ് വെൽനസ് സെൻറ്റർ ഫ്രീ ആയിരുന്നു. എന്നാൽ കുട്ടികളുടെ ഗെയിമിംഗ് റൂമിൽ പലതും പെയ്ഡ് ആയിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ വന്ന് നമ്മൾ നേരെ പോകുന്നത് ഗബാല ഷൂട്ടിംഗ് ക്ലബിലേക്കാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് തോക്കൊക്കെ ഉപയോഗിക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും. നേരത്തെ എത്തിയതിനാൽ അവിടെ ഓപ്പൺ ആയിരുന്നില്ല. 10 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. മസ്കറ്റിലെയും അസർബൈജാനിലെയും ടൈം സോണിൽ വ്യത്യാസമൊന്നും തന്നെയില്ല. കുറച്ച് സമയം അവിടെ ചുറ്റിക്കറങ്ങിയപ്പോഴേക്കും അതിൻ്റെ ആള് വന്ന് Okay, also small children laser shooting cup, 5 games 5 manat. Also ATV have motorbike. 15-20 minute nearby mountain safari. Per person 1 ATV 60 manat. 1 ATV 2 person double. For example, for you drive madam behind 80 manat. Also automatic buggy have maximum 6 people 130 manat. Okay? അതുപോലെ ആദ്യക്ക് ലേസർ ഗണ്ണുമാണ് മേടിച്ചത്. റിസപ്ഷനിൽ നിന്നും ക്യാഷ് അടച്ച് ബുള്ളറ്റും മേടിച്ച് നമ്മളുടെ വണ്ടിയിൽ തന്നെ കുറച്ച് ഉള്ളിലോട്ടേക്ക് പോകണം. അവിടെ നമുക്ക് ഗൺ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഒരു ഗൈഡ് ഉണ്ട്. അയാൾ പറഞ്ഞു തരും. അയാൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത്രയും സിമ്പിൾ ആയിരുന്നു ഈ പരിപാടി എന്ന് വിചാരിച്ചു. എന്നാൽ ഫസ്റ്റ് തോക്ക് കയ്യിൽ പിടിച്ചപ്പോഴാണ് അതിന്റെ വെയിറ്റ് അറിയുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്. അഞ്ചാണ്. അത് പിടിക്കട്ടോ, വെക്കല്ലേ, ഞെക്കല്ലോ, ഷോൾഡറിൽ വെക്ക്. ആ ഷോൾഡറിൽ പിടിച്ചതാ, പിടിച്ചോ. എന്ത് ഒന്നുകൂടി ഉണ്ട്. നോക്കി വിളിക്ക്. ആദ്യത്തെ വെക്കടാ, വെക്ക്. ഈ എവിടേക്ക് വെക്കണേ? കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് കേബിൾ കാർ കയറാനാണ്. തുഫാൻ ടാക് മൗണ്ടൻ റിസോർട്ടിലാണ് കേബിൾ കാർ ഫെസിലിറ്റി ഉള്ളത്. കൂടാതെ സ്കേറ്റിംഗ് പോലെയുള്ള സ്നോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ അവിടെയുണ്ട്. 2 സൈഡുകളിലേക്കാണ് വ്യൂ പോയിന്റ്സും അതുപോലെ തന്നെ കേബിൾ കാറും ഉള്ളത്. ടിക്കറ്റ്സ് എടുക്കുന്ന കൗണ്ടറിൽ നിന്നും പറഞ്ഞത് പ്രകാരം നമ്മൾ ലെങ്തി ആയിട്ടുള്ള, അതും കൂടുതൽ സ്നോ ഉള്ള സൈഡിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. നമ്മൾ പോയ സമയത്ത് അവിടെ വിന്റർ ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്നോ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ സ്ഥലത്തിന്റെ ഭംഗി കാണാൻ പറ്റുന്നത്. മഞ്ഞുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ ഒരു ചെറിയൊരു സ്വിംഗ് ഉണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സ്ഥലമാണിത്. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിലും താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടിയാകും. നല്ല ഹൈറ്റിലാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബക്കുവിലേക്ക് പോകാൻ ഇറങ്ങി. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ 4-4.5 മണിക്കൂർ യാത്രയുണ്ട് തിരിച്ചും. പോകുന്ന വഴിക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അത്. ഭയങ്കര വ്യൂ ആയിരുന്നു. ഒരു ഏറുമാടം സ്റ്റൈലൊരു റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. മെയിൻലി ആ സൈഡിലൊക്കെ കബാബ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ടൈപ്പ് ഫുഡാണ് കുത്തബ്. ചിക്കൻ അല്ലെങ്കിൽ മീറ്റൊക്കെ സ്റ്റഫ് ചെയ്ത് വരുന്ന ഒരു ഡിഷാണത്. അതിൻ്റെ കൂടെ ഐറാൻ എന്നൊരു ഡ്രിങ്ക് കൂടെയാണ് നമ്മൾ മേടിച്ചത്. ഈ ഐറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മോരും വെള്ളത്തിന് കുറച്ചുകൂടി കട്ടിയുണ്ട്. അതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അത് കഴിച്ച് നമ്മൾ നേരെ പിന്നെ യാത്ര തുടർന്നു. 4 മണിയോടുകൂടി നമ്മൾ ബക്കുവിലെത്തി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഹൈലാൻഡ് പാർക്ക്, ലിറ്റിൽ വെനീസ്, കാർപ്പറ്റ് മ്യൂസിയം എന്നിവയൊക്കെ കാണാനാണ്. അതിൻ്റെയൊക്കെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. താങ്ക്